അക്ഷയ്. ഞാൻ പ്രൈം മോട്ടോഴ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ചെറുക്കൻ മാർക്കോ. ഇപ്പോൾ ഏകദേശം ഒരു 9 മാസം ആവാറായിട്ടുണ്ട്. എനം വന്നിട്ട് ABPT ആണ് വരുന്നത്, നമ്മുടെ അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ. സംഭവം പട്ടിയെ വാങ്ങണമെന്നുള്ളൊരു ചിന്ത ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അഡോപ്ഷനിൽ ഒരു പപ്പി കിടപ്പുണ്ട്, ഫംഗസ് ഒന്ന് തീരെ ആയതാണ്, എടുക്കാൻ താല്പര്യം ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ ജസ്റ്റ് പോയപ്പോഴത്തേക്കും ചെറുങ്ങനെ കണ്ടിയും കൊണ്ടുവന്ന് ഈ ഗതിയാക്കി എടുത്തതാണ്. കൊണ്ടുവന്നപ്പോഴത്തേക്കും മുടിയൊന്നും ഇല്ലാതെ ഭയങ്കര ഫംഗസൊക്കെ അടിച്ച് കിടക്കുകയായിരുന്നു. നമ്മൾ വളർത്തുമ്പോൾ ഇരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് നമ്മുടെ ഒരു ABPTയുടെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഡോൺ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ നമ്മൾ അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡോൺ മസിലൊക്കെ ഇട്ട് ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ നമുക്ക് അതേപോലെ വളർത്തണമെങ്കിൽ വളർത്താം. ഇതിപ്പോൾ അഴിച്ചു വിട്ട് എല്ലാവരുമായിട്ട് കമ്പനി ആയതുകൊണ്ട് സേഫാണ്. പിന്നെ സീറോ മെയിൻ്റെനൻസ് ആണ്. നമ്മൾ ഒരു വീട്ടിൽ നമ്മളെ നോർമൽ നാടൻ പട്ടിയെ കൊണ്ട് നടക്കും പോലെ സീറോ മെയിൻ്റെനൻസ്, പെട്ടെന്ന് അസുഖവും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അവർ പറഞ്ഞ ഷെഡിങ് ടൈമിൽ ഹെയർ നന്നായിട്ട് ഫാളോ ആവും, അത്ര തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു 2 മാസം വരെ നമ്മളൊരു 4 മണിക്കൂർ ഇടവിട്ടാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്, കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അത് ഒറ്റയടിക്ക് 4 നേരമാക്കി. അത് നമ്മൾ എണ്ണണ്ടി അങ്ങനത്തെ അമൃതം പൊടി അതെല്ലാം കഴിഞ്ഞൊരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ചിക്കൻ കൊടുത്തു തുടങ്ങി. 3 നേരത്തിൽ 1 നേരം ചിക്കനാക്കി കൊടുത്തു തുടങ്ങി. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ റോ ചിക്കൻ മിക്സിയിലിട്ട് അടിച്ച് ഉച്ചയ്ക്ക് 1 നേരം കൊടുക്കും. പിന്നെ രാവിലെയും വൈകുന്നേരം നോർമലായിട്ട് എണ്ണണ്ടി ചോറ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. ബന്ധം ഇപ്പോൾ എൻ്റെ ഒരു ഇതിപ്പോൾ എന്നെ കുറച്ചും കൂടെ പേടിയാണ്, സ്നേഹത്തിനേക്കാളും പേടിയാണ്. ബന്ധം ഒത്തിരി അനിയനുമായിട്ടാണ്. ഇവർ രണ്ടുപേരുമാണ് കളി ചിരി ബഹളം. ഞാൻ പറഞ്ഞാൽ അനുസരിക്കും ആ ഒരു ഇത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്നേഹം കാര്യങ്ങളാണ്. ജോളിയായിട്ട് നമ്മൾ സംസാരിച്ച് നമ്മൾ സംസാരിക്കും, തിരിച്ച് കുഴയ്ക്കും, അങ്ങനെയൊക്കെ നിൽക്കും. അല്ലാതെ കളിക്കും. അല്ലാതെ അനുസരണ എൻ്റെ അടുത്തില്ല, ചേട്ടൻ്റെ തന്നെ പേടിയൊക്കെ ഉള്ളത്. പിന്നെ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പം എല്ലാത്തിനും കൂടെയൊക്കെ നിൽക്കും. ആക്റ്റീവ് നല്ല കൂടുതലാണ്. അല്ലാതെ എന്ത് അസുഖം വന്നാലും ആക്റ്റീവ് അല്ലാതെ ഒരിടത്ത് നിൽക്കില്ല. ഓടിച്ചാടി തന്നെ ആ അസുഖത്തിൻ്റെ ഒരു ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. അങ്ങനെ തന്നെ പട്ടിയെ പൂച്ച ഇവിടെ നമുക്കൊരു പൂച്ചയുണ്ട്. അവിടെ അത് സെറ്റിയുടെ അടിയിൽ തന്നെ കിടക്കുന്നത്. നമ്മൾ എപ്പോൾ അതിനെ സ്റ്റെപ്പിന് താഴെ നമ്മൾ പട്ടിയെ കൊണ്ടുവന്നാലും ഇത് നേരെ പോയി അതിൻ്റെ ഭയങ്കര കളിയാണ്. കടിക്കില്ല, പട്ടിയുടേതാണ് പ്രശ്നം. പൂച്ചയെ കടിക്കില്ല, ഭയങ്കര പ്രശ്നമാണ്. ചെന്ന് തലയൊക്കെ ആ സെറ്റിയുടെ അടിയിലൊക്കെ ഇടിച്ച് എന്തൊക്കെ പറ്റിയാലും ആ പൂച്ചയെടുത്ത് കളിപ്പിക്കും. ആ പൂച്ചയ്ക്ക് അങ്ങനെയാണ്. ആ പൂച്ചയും അള്ളത്തൊന്നുമില്ല. എല്ലാം വരുമ്പോൾ ചാടി പുറത്ത് കയറും, മുഖത്തൊക്കെ നക്കും. ഫസ്റ്റ് നമ്മൾ ചാടി കയറിയിട്ട് മുഖത്താണ് നിൽക്കുന്നത്. അങ്ങനെ ഇരുന്ന് ഭയങ്കര കളിയും ചിരിയൊക്കെ. അങ്ങനെ എൻ്റെ കൂട്ടുകാർ ഇവിടെ വരാറുണ്ട്, കളിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ആൾക്ക് മാത്രം ഭയങ്കര പ്രശ്നമാണ്, കടിക്കാനൊക്കെ പോവും. അങ്ങനെ അല്ല. പിന്നെ എല്ലാവർക്കും പേടിയുണ്ട്, എല്ലാവർക്കും മിക്കവർക്കും പേടിയുണ്ട്. പറഞ്ഞാൽ എല്ലാവർക്കും കളിപ്പിക്കാൻ വരുമ്പോഴൊക്കെ പേടിയുണ്ട്. പക്ഷേ നമ്മൾ തന്നെയാണ് ഇവിടെ കളിപ്പിക്കുന്നത്. ഇപ്പം ഇവിടെ വലിയ പ്രശ്നമല്ല, കാരണം എല്ലാവരുടെ അടുത്തും ഒരേപോലെ പേടി ഇപ്പം എന്നെ മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പം അനിയൻ്റെ അടുത്ത് കളിച്ചിരിച്ച് നിൽക്കുമെങ്കിൽ ആദ്യത്തെ കടി കിട്ടാൻ പോണത് അനിയനായിരിക്കും ഉറപ്പായിട്ട്. കുഴപ്പമില്ല, വന്നു കഴിഞ്ഞാൽ സ്നേഹം എല്ലാവരുടെ അടുത്തും ഒരേപോലെ. ഒരു 13 തൊട്ട് 18 വയസ്സിനകത്ത് 18 മാസത്തിലാണ് ഇതിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അതുവരെ ഏകദേശം ഈ ഒരു ഇത് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മസിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വർക്കൗട്ട് കൊടുത്ത് ഒരു തെളിഞ്ഞു വരുന്ന സമയമാണ് ഇപ്പോൾ. ഒരു 9 തൊട്ട് 13 വരെ നമുക്ക് മസിൽ നല്ല രീതിയിൽ വർക്കൗട്ട് കൊടുത്ത് അറിയാൻ പറ്റും. കറക്റ്റ് വളർച്ച ഈ പറഞ്ഞാൽ 13 തൊട്ട് 18 പപ്പി ലാസ്റ്റ് സ്റ്റേജ് ഓഫ് വളർച്ചയിൽ എത്തും. ഇനി ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ അതിൽ അപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഫുഡായിരിക്കും ബാക്കിയെല്ലാം. സിമ്പിളായിട്ട് എന്തെങ്കിലും പ്രഷറൊക്കെ വർക്കിൻ്റെ പ്രഷറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഭ്രാന്ത് പിടിച്ച് ചിലപ്പോൾ ഇവരെടുത്ത് വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും മുകളിൽ കയറി പോകണം. ചെന്ന് കയറും വാളിയാൻ ആ സൈഡിൽ നിന്ന് വേറൊന്നുമില്ല, ജസ്റ്റ് കണ്ടിട്ട് വാലാട്ടി പിറകെ വന്ന് നിന്ന് ചാടി കയറുമ്പോഴത്തേക്ക് അവർ തന്നെ. പിന്നെ നമുക്ക് എന്തും പറയാം, തിരിച്ചാവശ്യമില്ല ഒന്നും പറയില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും വാലാട്ടി നമ്മളെടുത്ത് നോക്കിക്കൊണ്ടെന്നുള്ളൂ. നമുക്ക് അത് തന്നെയല്ല ആവശ്യം. പറഞ്ഞാൽ നമ്മളെ കാര്യം കേൾക്കാനായിട്ട് ഒരാൾ. മാർക്ക് വിട്ട് ഇനി ഒരു കളിയില്ല. സംഭവം എടുക്കണമെന്ന് വിചാരിച്ചെടുത്തല്ലോ, നമുക്ക് കിട്ടി, അതിനെ പൊന്നുപോലെ നോക്കി ഈ ഗതി ആക്കിയെടുത്ത്. ഇതിൻ്റെ അഡോപ്ഷൻ ഇട്ടിരുന്ന ഓണേഴ്സും ഭയങ്കര കാര്യം. അവരിൽ ഒരുപാട് പപ്പിയും കാര്യങ്ങൾ ഉണ്ട്. അങ്ങനെ ഇരുന്ന എനിക്കൊരു ലാസ്റ്റ് ഇതിൽ ഇറങ്ങിയതിൽ ഒരു 5 പപ്പി ഇതേപോലെ ഫംഗസ് ആയി. അവർക്ക് നോക്കാൻ തീരെ നിവർത്തില്ലാതെന്നുകൊണ്ടാണ് അവർ അഡോപ്ഷൻ ചെയ്ത്. രാവിലെ അമ്മ എണീച്ച് മോളിൽ പോകുമ്പോഴത്തേക്കും അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ടാവും, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുന്നുള്ളൊരു ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ അത് കഴിഞ്ഞ് രാവിലത്തെ ഫുഡൊക്കെ കൊടുത്ത് ഫുള്ളൊന്ന് കൊണ്ട് കറക്കി കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി പിന്നെ തിരിച്ച് ഓടിച്ചാടി വീട്ടിൽ ഓടിച്ചാടി നമ്മൾ. രാത്രി എങ്ങനെ പോലും നമ്മളൊരു 8:30 ആകുമ്പോൾ ഫുഡ് കൊടുക്കും. 10 മണിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അളിയൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നിന്നു. ഇപ്പം ഇവൻ്റെ ഒരു ഇത് വെച്ചാണ് ഇപ്പം നിങ്ങൾ തന്നെ ഇങ്ങനെ നിൽക്കിയ കുഴപ്പമില്ല, വന്നു കഴിഞ്ഞാൽ. പക്ഷേ അത് നമ്മൾ ഹെൽമെറ്റോ മാസ്കോ എന്തെങ്കിലും വെച്ച് കയറി വരികയാണെങ്കിൽ അളിയൻ്റെ ഇവിടെ നിന്ന് ഇതുവരെ രോമം കംപ്ലീറ്റ് ഒന്ന് പൊങ്ങി ആദ്യം നോക്കും ഉപദ്രവിക്കാൻ വരുന്നതാണോ, നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും. പിന്നെ തിരിച്ചങ്ങോട്ട്
അഗ്രസീവ് ആവുന്നത്. പിന്നെ ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നമാണ്. വേറെ പട്ടിയെ അടുപ്പിക്കില്ല, വേറെ ഒരു ഡോഗ്സിനെ അടുപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സംഭവം ഞാൻ കുറച്ച് ദിവസം കൊച്ചിയിൽ പോയിട്ട് വന്ന സമയമായിരുന്നു. അപ്പം പുള്ളിയെ കണ്ടില്ല. വന്ന് ഫ്രണ്ട്സുമായിട്ട് ഇവിടെ പാളയത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പപ്പി ഒരു വണ്ടിയായിട്ട് ഇടിച്ച്, അവിടെ ഒരു റോഡിൽ കിടന്ന സാധാ പട്ടി ഒരു വണ്ടിയായിട്ട് ഇടിച്ച് പുള്ളിയോട് പട്ടി സത്യമായി കുഴപ്പമില്ലായിരുന്നു, കിടക്കുമായിരുന്നു, ചെടിക്കാൻ പോയാൽ ഓടി ബന്ധം പറ്റിയെന്നാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ ഒരു ലോറിക്കാരൻ ശ്രദ്ധിക്കാതെ കയറ്റി ഇറക്കി. പക്ഷേ അത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു ഓർമ്മ വന്ന് പിന്നെ അപ്പോഴേ തന്നെ നേരെ വീട്ടിലോട്ട് വന്ന് അപ്പോഴാണ് മനസ്സിലായത് നമ്മളൊരു ബോണ്ടിങ് എന്തോരം ഉണ്ടാകുമെന്ന്. പക്ഷെ അത് വന്നാൽ ലോറിക്കാരൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പാവം അത് പ്രശ്നമില്ല, അത് സ്പോട്ടിൽ പെടഞ്ഞ നമ്മൾ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കാണുമ്പോഴേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അന്ന് മനസ്സിലായി ചെറുക്കനെ ഞാൻ തമ്മിൽ എന്തോരം ബോണ്ടിങ് ഉണ്ടാകും. പ്രൈസ് റേഞ്ച് വാങ്ങാനാണെങ്കിൽ 25 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടെന്നാണ് സാധനം. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളൊരു സംഭവം 25 തൊട്ട് പപ്പി അവൈലബിൾ ആണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. രാവിലെ എനിക്ക് നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു ദിവസം അങ്ങ് പോകും. കളിപ്പിച്ച് ആ സമയമൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. മാർക്കോ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു ഘടകമാണ്.